ഇതുണ്ടോ? ഭഗവാൻ കൈപിടിച്ച് സുതലത്തിലേക്ക്, അതായത് സമചിത്തതയിലേക്ക്, സമൃദ്ധിയിലേക്ക് ഉയർത്തുന്ന ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ അവതരിക്കുന്ന അവതാരമാണ് വാമനാവതാരം. പലപ്പോഴും ചിങ്ങമാസത്തിലെ തിരുവോണ നാള് മഹാബലിയെ വരവേൽക്കുന്ന ദിവസമായിട്ടാണ് നമ്മുടെയൊക്കെ തലയിൽ കയറി നിൽക്കുന്നത്. എന്നാൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ എന്താ പ്രാധാന്യം? വാമനാവതാരമാണ്. ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് മനസ്സിലാക്കി. അപ്പോ ആരും നമുക്ക് പ്രോപ്പർലി ഒന്നും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ സംശയങ്ങൾ. നിങ്ങൾ നോക്കൂ, ഈ കഥയൊക്കെ എത്രമാത്രം സംശയങ്ങൾ ഉണ്ടാക്കാന്ന്. നമ്മൾ കേട്ടിരിക്കുന്നത് പരശുരാമൻ മഴ എറിഞ്ഞുണ്ടായതാണ് കേരളം. എന്നാൽ അവതാരങ്ങളെ നോക്കുമ്പോൾ വാമനാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമാവതാരം, അല്ലേ? അപ്പൊ മഹാബലി അതിനു മുമ്പ് കേരളം ഭരിക്കുകയും ചെയ്തു. അപ്പൊ മഴ എവിടെയോ വീണത്? കാരണം മഴ എറിഞ്ഞ് കേരളം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ ഇല്ലേ കേരളത്തിൽ മഹാബലി വരണ്ടേ? അപ്പൊ ഏതുണ്ടാവണം? കേരളം ഉണ്ടാവണം. പിന്നെ ഒരു സമാധാനമുള്ളത് ഇത് വീണത് കണ്ണൂരോ തലശ്ശേരി ആവാനേ വഴിയുള്ളൂ. കാരണം അവിടെ ഉള്ളവരാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രയോഗിക്കുന്നത്. ഏതോ രാഷ്ട്രീയക്കാരന്റെ വീട്ടിൽ ചെന്ന് വീണുവെന്ന് സമാധാനിക്കണം. അപ്പോ ഇത്തരം കഥകൾ വല്ലാതെ ചോദിച്ചാൽ സംശയങ്ങളാണ്, ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതിനെ പിന്നെ പറയാം നമുക്ക്. ഏതായാലും ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ വാമനാവതാര ജയന്തിയാണ്. ഇനി മറക്കരുത്. എന്താണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിന്റെ പ്രത്യേകത? ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ പോലെ വാമന ജയന്തിയാണ്. ഈ വാമന അവതാരം വന്ന്, അപ്പൊ അതിനു മുമ്പ് ഇവിടെ അസുര ചക്രവർത്തിയായ മഹാബലി തന്റെ ധർമ്മനിഷ്ഠ കൊണ്ട് രാജ്യത്തിന്റെ അതിർത്തികൾ വലിപ്പം കൂട്ടി വരികയായിരുന്നു. വളരെ ധാർമ്മികനും സത്യസന്ധനും നീതിമാനും ഒക്കെ ആയിരുന്നു ആര്? മഹാബലി. അദ്ദേഹത്തിന്റെ സത്യസന്ധമായ രാജ്യഭരണത്തിൽ നാട്ടുരാജാക്കന്മാർ അവരവരുടെ രാജ്യം മഹാബലിയെ ഏൽപ്പിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് ആരെയും തോൽപ്പിക്കേണ്ടി വന്നു. എന്നാൽ തോൽപ്പിക്കുകയും ചെയ്തു ഇദ്ദേഹം. അങ്ങനെയാണ് ദേവന്മാർക്ക് ദേവലോകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെന്നാണ് കഥ. അങ്ങനെ മഹാബലി ഇവിടെ അദ്ദേഹത്തിന്റെ അശ്വമേധം തുടരുന്നു. അതിനിടയ്ക്ക് മഹാബലി ഒരു വലിയ യാഗം തയ്യാറാക്കുകയാണ്. അതിന്റെ പേരാണ് വിശ്വജിത്ത് യാഗം. ഈ യാഗം നടത്തിയത് എന്ന് പറയുന്നത് കേരളത്തിലല്ല. ഇത് നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ ഭാഗവതത്തിൽ തന്നെ പറയുന്നു, നർമ്മദാ നദീ തടയെന്നാണ്. ഇത് നിങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് മനസ്സ് വെച്ച്, കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലരും ഇതൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ കഥകളാണ്. ഒരിക്കല് മഹാബലി അദ്ദേഹത്തിന്റെ യാഗം നടത്തിയത് എവിടെയാണ്? 18-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ ശ്ലോകം എടുത്താൽ കാണാം. ഭാഗവതം 8-ാം സ്കന്ധമാണ് ഞാൻ വായിക്കുന്നത്. 18-ാമത് അധ്യായത്തില് 18-ൽ 21-ാം തം നർമ്മദായാ തടേ ഉത്തരേ ബലെ ഋത്വിജസ്തേ ഭൃഗുകച്ചക സംശകേ പ്രവർത്തയന്തോ മൃഗകൃതുത്തമ. കൃതുത്തം എന്ന് പറഞ്ഞാൽ യാഗം. വളരെ വ്യക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലല്ല. എവിടെയാണ്? നർമ്മദയുടെ തീരം. നർമ്മദ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, ആന്ധ്ര അതിലേക്ക് പോയി വരുന്ന ഒരു നദിയാണ്. ഏത്? നർമ്മദ ആന്തോളനൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ മഹാബലി അവിടെ എവിടെയാണ് യാഗം നടത്തിയത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അതിർത്തി അത്രയുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ മഹാബലിയുടെ അടുത്തേക്ക് ഭഗവാൻ വാമനമൂർത്തി പോവുകയാണ്. അവതരിച്ച ഉടനെ ഭഗവാന് വേണ്ടുന്ന കുറെ കാര്യങ്ങള്, അതായത് കുട്ടിയുടെ 28-ാം പിറന്നാളിന് കൊടുക്കുന്ന പോലെ കുട്ടിക്ക് വേണ്ടുന്ന ഉപചാരങ്ങള് എല്ലാവരും കൊടുത്തു എന്നാണ്. സൂര്യദേവൻ വന്ന് ഉപനയിപ്പിച്ചു. അച്ഛൻ ഗായത്രി ചൊല്ലി, അമ്മ ഒരു കൗബീനൊക്കെ കെട്ടി. പിന്നെ ദേവി വന്ന്
പാർവതി സരസ്വതി ദേവി പുസ്തകം കൊടുക്കുന്നു, ഭൂമി ദേവി കമണ്ടല് കൊടുക്കുന്നു, പാർവതി ദേവി ഭിക്ഷ കൊടുക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ വേണ്ടതൊക്കെ ഉണ്ടോ അതൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു കൊടയും ചൂടി വാമന മൂർത്തി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ട്? നർമ്മദ നദീതടത്തിൽ മഹാബലി യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക്. മഹാബലി ഭഗവാനെ കാണുമ്പോൾ ആദ്യം കരുതുന്നത് ഒരു ഋഷിയുടെ പുത്രനാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഋഷിയുടെ കുലത്തിൽ ജനിച്ച ഒരു ബ്രഹ്മചാരി എന്നുള്ള ഭിക്ഷ എടുക്കുന്ന അന്നത്തെ കാലത്ത് പതിവുണ്ട്, ഭിക്ഷ എടുക്കുക എന്നുള്ളത്. അങ്ങനെ തൻ്റെ അടുത്ത് വന്ന ഒരു ബ്രഹ്മചാരിയായിട്ടാണ് മഹാബലി ഈ കുഞ്ഞിനെ കാണുന്നത്. എന്നിട്ട് വളരെ ആദരവോടെ വിളിക്കുന്നത് സ്വാഗതം സ്വാഗതം, വരൂ വരൂ. എന്നിട്ട് പറയുന്നത് എൻ്റെ കുലം പവിത്രമായി എൻ്റെ അച്ഛൻ്റെ പരമ്പര അനുഗ്രഹീതരായി എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ കാലുകൾ കഴുകിയ തീർത്ഥം തൻ്റെ ശിരസിലിട്ടു. നിങ്ങൾ ഗംഗാദേവിയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ ഇല്ലേ? ഉണ്ട്. എന്താ മനസ്സിലാക്കിയത്? ഭഗവാൻ 3 അടി മണ്ണ് യാചിക്കുമ്പോൾ ഭഗവാന്റെ പാദം ചെന്ന് ബ്രഹ്മാവിന്റെ അടുത്തെത്തിയെന്നാണ് അളന്നപ്പോൾ. ആ പാദത്തിൽ ബ്രഹ്മാവ് നടത്തിയ അഭിഷേക ജലമാണ് പിന്നീട് ആകാശഗംഗയായും അത് കഴിഞ്ഞ് ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. കേട്ടിട്ടുണ്ടോ ഈ കഥ? അതും വാമനമൂർത്തിയുടെ പാദം കഴുകിയ തീർത്ഥമാണ്. അതാണ് തപസ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവന്നത്? ആകാശഗംഗ എന്നൊരു പേരുണ്ട്. അത് ഭൂമിയിൽ വീണപ്പോ പിന്നെ കുറെ പരിപാടികൾ നടന്നു. ശിവന്റെ ജടയിൽ ആദ്യം വീണു, പിന്നെ ജടയിൽ നിന്ന് അഴിച്ചു വിട്ടപ്പോ എല്ലാം കൂടെ ഒരു മഹർഷി വിഴുങ്ങി കളഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ കാതിലൂടെ പുറത്തിയാടി. ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. അങ്ങനെയാണ് ജാഹ്നവി എന്നൊക്കെയുള്ള പേരുകൾ ഈ ഗംഗയ്ക്ക് കിട്ടിയത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് വാമനമൂർത്തിയുടെ പാദം കഴുകിയ തീർത്ഥമാണ് ഗംഗാദേവി. ഗംഗാ തീർത്ഥം എന്ന് പറയും. നിൽക്കട്ടെ. അങ്ങനെ ഇവിടെ തീർത്ഥമൊക്കെ തലയിലൊക്കെ ഇട്ട് പറഞ്ഞു. വളരെ സന്തുഷ്ടനായിട്ട് യാഗസ്ഥലത്ത് ഒരാൾ വന്നാൽ, ഇപ്പൊ കല്യാണ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കണ്ടേ ഇല്ലേ? അല്ലെങ്കിലും വീട്ടിൽ വന്നാൽ ഇതേ ഒരു ഗ്ലാസ് വെള്ളം. ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം കൊടുക്കാൻ പേടിയാണ്. അപ്പം കല്യാണ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സംസ്കാരമാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊക്കെ. അപ്പൊ യാഗസ്ഥലത്തേക്ക് വന്നപ്പോ പറഞ്ഞു എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് സ്വീകരിക്കണം എന്നാണ്. ഭഗവാൻ പറഞ്ഞു മഹാബലിയോട്, എനിക്കൊന്നും വേണ്ട മഹാബലി. ഇത് മാത്രല്ല, ഭഗവാൻ എന്ത് വെച്ചാൽ മഹാബലിയുടെ കുലത്തെ അങ്ങോട്ടൊന്ന് പ്രശംസിച്ചു. വിരോചനൻ, അവിടുത്തെ പിതാവ് പ്രഹ്ലാദൻ, ആ മഹിമകളൊക്കെയാണ് വർണ്ണിച്ചപ്പോഴേക്കും മഹാബലി കുറച്ച് ഭൂമിയിൽ നിന്ന് പൊങ്ങി. മഹാബലിക്ക് ഇനി എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ വലിയൊരു വിഷമം, എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് മേടിക്കണമെന്ന്. അങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് തൃതീയം പദം ബസ് മതി, 3 അടി മണ്ണ് മതി. ഇത് കേട്ടപ്പോ കുട്ടി പൊട്ടി മഹാബലി ചിരിച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഉയരം വേണം അല്ലെങ്കിൽ വിവരം വേണം. കുട്ടിക്ക് ഉയരവുമില്ല വിവരവുമില്ല. കാരണം 3 അടി മണ്ണ് കൊണ്ട് എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് നടക്കുമോ? അന്ന് മഹാബലിക്ക് അറിയില്ല മനുഷ്യൻ ഫ്ലാറ്റ് പണിയുന്നതില്. ഇന്നത്തെ കാലത്താണെങ്കിൽ അതിലും ഫ്ലാറ്റ് പണിയിരുന്നു മനുഷ്യൻ. അപ്പോ അങ്ങനെ 3 അടി മണ്ണ് ചോദിച്ച സമയത്ത് മഹാബലിക്കൊരു മറുപടി കൊടുത്തു ഭഗവാൻ. മഹാബലി ഉച്ചത്തിൽ അട്ടഹസിച്ച് ചിരിച്ചപ്പോണ്ടല്ലോ, ഭഗവാൻ ഒട്ടും അസ്വസ്ഥനാവാതെ പറഞ്ഞു, മഹാബലി 3 അടി കൊണ്ട് എനിക്ക് തൃപ്തി വന്നില്ലെങ്കിൽ ഇനി 3 ലോകം കിട്ടിയാലും എനിക്ക് തൃപ്തി വരുമോ മഹാബലി? അത് മഹാബലിക്കിട്ടൊരു കുത്താണ്. കാര്യം മഹാബലി ഇപ്പോഴും ഭൂമിയുടെ അതിർത്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റും? അപ്പം മഹാബലി പറയാണ്, ഉയരല്ലെങ്കിലും വിവരമുണ്ട്.
വലിയ അറിവുള്ളൊരു കുട്ടിയാണ്, മഹാനാണ്. അപ്പോഴാണ് ശുക്രാചാര്യർ വന്നിട്ട് പറയുന്നത്, മഹാബലി, ഇതിലിത്തിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ മൊബൈൽ പോലെയൊക്കെ ഇരുന്നാലും റേഞ്ച് കൂടുതലാ. ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വേഷം മാറി വന്നിരിക്കുകയാണ്. കൃഷ്ണന്റെ കള്ളത്തരാണ്. നിനക്ക് വല്ല വിവരമുണ്ടോ? ഈ കൊച്ചു രൂപത്തിൽ വന്ന് കൊച്ചി മുഴുവൻ അളക്കുമ്പോ നിന്റെ സർവ സമ്പൽ സമൃദ്ധിയും പോവാൻ പോവാണ്. അതുകൊണ്ട് സമ്പത്ത് നീ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്തും തരും എന്നൊക്കെയാ പറഞ്ഞത്. അതിലൊരു മാറ്റം വരുത്തിയിട്ട് പറഞ്ഞാൽ മതി എന്ന്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പറയണമെന്ന്. അതായത് എന്തും തരാം എന്ന് പറയണ്ട, 3 അടി മണ്ണി ചോദിച്ചാൽ എന്തും തരാന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിലൊരു മാറ്റം വരുത്തണമെന്ന്. എന്നിട്ട് പറഞ്ഞോ, സമ്പത്ത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്. ലോകത്തിൽ ആദ്യമായി എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം ചർച്ച ചെയ്യുന്നത് ഇവിടെ ശുക്രാചാര്യ. നമുക്ക് സമ്പത്തിനെ കുറിച്ചൊരു ശാസ്ത്രമുണ്ട്. ഇതിന്റെ പേരാണ് അർത്ഥശാസ്ത്രം എന്നുള്ളത്. അതിനു മുമ്പ് ഭാഗവതത്തിൽ ശുക്രാചാര്യര് സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹൗ ടു മാനേജ് ഫിനാൻസ് എന്നാണ്. സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, നമുക്കതൊന്ന് നോക്കാം. 19-ാമത് അധ്യായത്തിൽ ഞാൻ വായിക്കുന്നതൊക്കെ 8-ാം സ്കന്ധമാണ്. അതുകൊണ്ട് സ്കന്ധത്തിനെ കുറിച്ചൊരു ചോദ്യം വേണ്ട നിങ്ങളുടെ ഉള്ളിൽ. 19-ാമത് അധ്യായത്തിൽ 37-ാമത് ശ്ലോകം. ഇത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ധർമായ അർത്ഥായ യശസേ കാമായ സ്വജനായ ച പഞ്ചതാ വിഭജനം വിത്തം ഇഹാമുത്രശ്യ മോദതേ എന്നൊരു ശ്ലോകം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതായത് പഞ്ചതാ വിഭജനം വിത്തം, വിത്തം വിഭജനം പഞ്ചത ഒക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. വിത്തം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പഞ്ചത എന്ന് പറഞ്ഞാൽ 5, വിഭജനം എന്ന് പറഞ്ഞാൽ വിഭജിക്കണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതായത് സമ്പത്തിനെ എത്രയായി വിഭജിക്കണം? 5 ആയിട്ട്. വളരെ ശ്രദ്ധിക്കണം. അതിലാദ്യം നമുക്കതിന്റെ ഓർഡർ ഒന്ന് മാറ്റി ചിന്തിക്കാം, അപ്പം മനസ്സിലാവും. കാമായ, കാമം എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യം. ഈ കാമം എന്നുള്ള വാക്ക് എപ്പോഴും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടേതല്ല. അതിന് സന്ദർഭോചിതമായി അർത്ഥങ്ങൾ കാണണം. ഒരു കോണ്ടെക്സ്റ്റിലും അർത്ഥങ്ങൾ വേറെയാണ്. അപ്പൊ കാമം എന്ന് പറഞ്ഞാൽ ഓൺ പർപ്പസ് എന്നർത്ഥം. അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്തിന്റെ ഒരംശം ചെലവഴിക്കണം. 2-ാമത്തെ അംശം സ്വജനായ, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം. എങ്ങനെയാണ് ഒരാള് ഫിനാൻസ്, ഇന്നതിനെ നമ്മൾ എന്താ പറയാ, ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഒരു രാജ്യത്തിന്റെ ടോട്ടൽ സമ്പത്ത് എന്തിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കണം. അപ്പൊ വീട്ടിലും വേണം, വ്യക്തിക്കും വേണം ഈ ബഡ്ജറ്റിംഗ്. കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെലവുകളുണ്ട് അതിനെക്കുറിച്ചുള്ള ബോധം അല്ലെ. വീടിന് വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫോൺ ചാർജ് ഉണ്ട്, ഗ്രോസറി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പലതും ഉണ്ടാവില്ല വീട്ടിലെ ചെലവുകൾ. മൂന്നാമത്തത് അർത്ഥായ, അർത്ഥം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി എന്നൊരർത്ഥം. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, പണം മുഴുവൻ പോയാൽ നാളെ ഒന്നും കയ്യിലുണ്ടാവില്ല. ഇന്നത്തെ കുട്ടികളെ പോലെ ആയി പോകും. ഇന്നിപ്പോ കുട്ടികൾ കണ്ടില്ലേ, കിട്ടുന്ന ശമ്പളം മുഴുവൻ അങ്ങോട്ട് അടിച്ച് തീർത്തേക്കാണ്. നാളത്തെ ചിന്തയുള്ളവർ വളരെ കുറഞ്ഞു വരികയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അച്ഛനമ്മമാർ അവിടെയും ഇവിടെയൊക്കെ ഫ്ലാറ്റൊക്കെ വാങ്ങിപ്പിച്ചിരുന്നത് കുട്ടികളെ കൊണ്ട്. എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റ്. ആ ഉത്തരവാദിത്വമുള്ളവർ പലപ്പോഴും പറയും, അതിന്റെ പേരിലാണ് കുറെ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നത്. കാരണം ഉത്തരവാദിത്തമല്ലേ, ഇത് വെറുതെ പണം വേസ്റ്റ് ആക്കുക. അർത്ഥായ. 4-ാമത്തതാണ് യശസ്സേ. യശസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നല്ല കാര്യത്തിന് വേണ്ടി. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തില് എപ്പോഴും ഇല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്നിപ്പോ നമുക്ക് ധാരാളം ചാരിറ്റബിൾ, ഇന്നിപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന ചാരിറ്റബിൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തവരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് ഒരു രാജ്യത്തിൽ കലാപങ്ങളില്ലാത്തത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആയിരക്കണക്കിന് ആളുകൾ മരിച്ചും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടും. കാരണം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വളരെ കൂടുമ്പോൾ ഇല്ലാത്തവൻ ഒന്നിച്ചു ചേർന്ന് കലാപം ഉണ്ടാക്കണം. ഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു വയലൻസ് ഇല്ലാത്തതിന് കാരണം ഇല്ലാത്തവരെയും കൈപിടിച്ചുയർത്തുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ അന്നദാന സംസ്കാരം. ഇപ്പൊ നോക്കൂ, ഗുരുവായൂർ അമ്പലത്തിൽ ആർക്ക് വന്നാലും ഭക്ഷണമുണ്ട്. ഉണ്ടോ ഇല്ലയോ? പട്ടിണി കിടക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഇവിടെ കിടക്കാനും സൗകര്യമുണ്ട്, പക്ഷെ ചിലർ കിടക്കില്ല എന്ന് മാത്രം. അതാണ് ഭാരതത്തിലുണ്ടല്ലോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ കുംഭമേളയില് എല്ലാ വ്യവസ്ഥകളും ഉണ്ട്. അവിടെ ഭക്ഷണം സുലഭമാണ് ആർക്ക് വേണമെങ്കിലും. ധാരാളം 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 ഭണ്ഡാരകൾ നടന്നുകൊണ്ടിരിക്കും, ഇല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ജീവിതയാത്രയില് ഞങ്ങളൊരു സുഹൃതം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എറണാകുളത്ത്. ഞങ്ങള് 91 പെൺകുട്ടികളുടെ കല്യാണം നടത്തിക്കൊടുത്തു, പാവപ്പെട്ട. 2025 ഈ വർഷത്തിലേക്ക് അത് 100 ആക്കാനുള്ളൊരു പദ്ധതിയിലാണ്. അപ്പൊ നമുക്ക് 91 പെൺകുട്ടികളെ 4 പവനും 3.5 പവനും 3 പവനൊക്കെ കൊടുത്ത് കല്യാണം. ഇന്നത്തെ പവനെന്താ വില നോക്കൂ നിങ്ങള്. ഇപ്പൊ 10 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ 30 പവൻ എന്ന് പറഞ്ഞാൽ 15 എത്ര ലാക്സിലേക്ക് പോകുന്നു നോക്കൂ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സമൂഹത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലാവുന്നല്ലോ. അപ്പം എപ്പോഴും നമ്മളെവിടെ താമസിച്ചാലും ആ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കുട്ടികൾക്കൊരു അവബോധം ഉണ്ടാവണം. അതാണ് യശസ്. പഴയ കാലം നോക്കൂ നിങ്ങള്. സ്വന്തം നമുക്കൊരു വീട്ടിൽ കുളം ഉണ്ടെങ്കിലും ഒരു പൊതുകുളവും വേണം. കാരണം പൊതുജനങ്ങൾക്ക് കുളിക്കണം. അതുപോലെ തന്നെ പൊതു കിണറുകൾ വേണം. ആളുകൾക്ക് പൊതുസ്ഥലങ്ങൾ, അവർക്കും കൂടി ജീവിതത്തെ ആസ്വദിക്കാനുള്ള, എൻജോയ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് പരസ്പരം കെയറിങ് ഉണ്ടാവുന്നത്. നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്താലേ മറ്റുള്ളവര് നമ്മളെയും, അതല്ലേ സത്യം? അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് യശസ്സേ. യശസ് എന്ന് പറഞ്ഞാൽ കെയറിങ് അതേഴ്സ്, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ പഠിക്കുക. അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ചിട്ടല്ല, പക്ഷേ ഭക്ഷണം വെക്കുന്നതിന് മുമ്പ് ഒരു പിടി അരി മാറ്റിവെച്ച് ചോറ് വെക്കുന്ന അമ്മമാര് ഉണ്ടായിരുന്നില്ലേ? കാരണം ഭിക്ഷക്കാര് വരും, ഇല്ലേ? സന്യാസിമാര് വരും, അവർക്ക് കൊടുക്കാൻ അരി എന്തെങ്കിലും വേണ്ടേ? പഴയ കാലത്തുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ഓണത്തിനും വിഷുവിനൊക്കെ തൊട്ടടുത്തുള്ള പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ കൃഷിക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒരു സംസ്കാരങ്ങളൊക്കെ ഓരോ നാടുകളിലും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു യശസ് എന്ന് പറയും, സംസ്കാരമാണ്. കെയറിങ് അതേഴ്സ് എന്നുള്ളത് ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം, ഒരു പഴയ സംസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവര് കെയറിങ് എന്നുള്ള ഇത് മാറിയിട്ട് മുഴുവൻ സെൽഫിഷ് എന്നുള്ള ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ ഉറക്കെ പറയൂ, കുറഞ്ഞു വരികയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ സാധിക്കണം. അത് എന്തൊരു സന്തോഷം അറിയോ? ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു ഫുൾ ട്രെയിനിൽ അയോധ്യ, മധുരയിലൊക്കെ പോവുണ്ടായി. അപ്പൊ അവിടെ ഞങ്ങള് യാത്രയില് ഒരു വൃന്ദാവനത്തില് 400-ലധികം അമ്മമാർക്ക് സാരിയും ഭക്ഷണവും. എന്തൊരു സന്തോഷം അറിയാം അവർക്ക്. പാല്, ഒരു പായസം, ഓരോരുത്തർ കുടിക്കുന്നത് കണ്ടിട്ട് നമുക്കേ ഒരു സന്തോഷം വരും. കാരണം അങ്ങനെ എപ്പോഴും കിട്ടുന്നതാണോ എനിക്കറിയില്ല. അവരുടെ ആ ഒരു ആർത്തി 2-3 പ്രാവശ്യമൊക്കെ വിളമ്പിച്ച് കഴിക്കുക. അപ്പൊ നോക്കൂ നിങ്ങള്. അപ്പൊ അവരെ കെയർ ചെയ്യുമ്പോൾ അതൊരു സമൂഹത്തില് നമുക്കും സന്തോഷമാണ്, അവർക്കും അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നുവെങ്കിൽ അതിന്റെ പേരാണ് യശസ്സേ. 5-ാമത്തതാണ് ധർമ്മായ. അത് ഏറ്റവും പ്രധാനമാണ്. ധർമ്മം എന്നാൽ ആത്മീയമായ സംസ്കാരം. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ആത്മീയത. എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? അടിസ്ഥാനമായി എല്ലാവരും ഒന്നെന്ന് പഠിപ്പിക്കുന്ന അദ്വൈത സംസ്കാരം. ആരും ഇവിടെ സുപ്പീരിയറുമല്ല, ആരും ഇൻഫീരിയറുമല്ല. എല്ലാവരും ഒരേ ആത്മസത്വത്തിന്റെ, ആത്മശക്തിയുടെ വ്യത്യസ്ത സ്ഫുലിംഗങ്ങൾ അല്ലെങ്കിൽ കിരണങ്ങളാണ്.
ഒരേ സൂര്യന് 10,000 ലക്ഷോപലക്ഷം കിരണങ്ങളുള്ള പോലെ കോടാനുകോടി മില്യൺ കോടികൾ അല്ലെങ്കിൽ ട്രില്യൺ കോടികൾ കിരണമുള്ള പോലെ നമ്മൾ ഓരോരുത്തരും ഒരേ ബോധത്തിൽ നിന്നും പരമാത്മാവിൽ നിന്നും വന്നവരാണെന്ന ഒരു അവബോധം, ഇത് ഉറപ്പിക്കുന്ന യജ്ഞങ്ങൾ, ഇതിന്റെ പേരാണ് സപ്താഹങ്ങളും തുടങ്ങിയതൊക്കെ. ധാർമ്മിക ബോധം വരുമ്പോഴാണ് മ്യൂച്വൽ റെസ്പെക്റ്റ് വരിക, എല്ലാവർക്കും പരസ്പരം ഒരു ആദരവ് വരിക. പരസ്പരം ആദരിക്കുന്ന സമൂഹത്തിൽ കൊല്ലും കൊലയും ചതിയും വഞ്ചനയും ഉണ്ടാവില്ല. അപ്പോഴാണ് സുരക്ഷിതത്വം ഉണ്ടാവുന്നത്. പട്ടാളക്കാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടല്ല സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത്, സംസ്കാരം കൊണ്ട് സുരക്ഷിതത്വം ഉണ്ടാവണം. സംസ്കാരം കൊണ്ട് സുരക്ഷിതരാവണം. മറ്റൊരാളെ ഞാൻ ആക്രമിക്കാത്തതിന് കാരണം ഞാനും മറ്റുള്ളവരുമെല്ലാം ഒരേ സത്യം തന്നെയാണ്. ഞാൻ ആരെ ആക്രമിക്കുന്നു? ഇനി ആക്രമിച്ചാൽ തന്നെ എൻ്റെ സംസ്കാരം, എൻ്റെ ആ ആക്രമിക്കാനുള്ള മനസ്സ് നാളെ എന്നെയും ദുരിതത്തിലൂടെ കൊണ്ടുപോകുന്ന കർമ്മചക്രത്തിൽ നിന്ന് എനിക്കൊരിക്കലും, കർമ്മഫലത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ അത് വേട്ടയാടും. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ കാരണം ഞാൻ തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കർമ്മങ്ങളാണ്. അതിന് ഞാൻ ആരെയും പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത് തിയറി, ഇത് സയൻസ് ആണ്. എനിക്ക് എന്തുകൊണ്ട് പലതും കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പണ്ടു പലർക്കും അങ്ങനെ ഉപദ്രവം കൊടുത്തിട്ടുണ്ടാവണം. കാരണം അവൻ ചെയ്തതേ അവനവന് തിരിച്ചു കിട്ടുകയുള്ളൂ. ഇതാണ് ന്യൂട്ടനും പഠിപ്പിക്കുന്നത്. എവറി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് എക്സാക്ട്ലി ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ തെളിയിച്ചതല്ലേ. പക്ഷെ അതിനു മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാര് പറഞ്ഞു, കർമ്മത്തിനനുസരിച്ചായിരിക്കും കർമ്മഫലം. എവറി ആക്ഷൻ ഹാസ് റിസൾട്ട്, എവറി ആക്ഷൻ ഹാസ് റെസ്പോൺസ്, എവറി ആക്ഷൻ ഹാസ് റിസൾട്ട്. മറക്കരുത്. എല്ലാറ്റിനും ഒരു കർമ്മമുണ്ടോ, കർമ്മത്തിനൊരു പ്രതികർമ്മമുണ്ട്. കർമ്മമുണ്ടോ, കർമ്മത്തിനൊരു കർമ്മഫലമുണ്ട്. ആ കർമ്മഫലത്തിൽ നിന്നും ആർക്കും മാറാൻ പറ്റില്ല. കാരണം ഇതൊരു കർമ്മ ചക്രമാണ്. ഇറ്റ് ഇസ് എ സർക്കിളാണ്, ഇറ്റ് ഇസ് എ സൈക്കിളാണ്. എവിടെ നിന്ന് കർമ്മം തുടങ്ങിയോ അവിടെ തന്നെ കർമ്മഫലം ചെന്ന് ഞാൻ ഏത് രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടാലും എൻ്റെ പിന്നിൽ നിഴല് പോലെ ആ കർമ്മചക്രം വേട്ടയാടും. നിങ്ങൾ ഒരു ഭാര്യയെ രാമൻ അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണനെ അമ്പ് ചെയ്യാൻ ഒരു വേടനുണ്ടായേ പറ്റുള്ളൂ. അത് അവതാരമൂർത്തികൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവതാരമൂർത്തികൾക്ക് പോലും അതിലൂടെ ചക്രത്തിലൂടെ തന്നെ കടന്നുപോയേ പറ്റുള്ളൂ. ഒരു അവതാരത്തിൽ ഭഗവാൻ ശൂർപ്പണയെ വിരൂപമാക്കിയുണ്ടെങ്കിൽ വേറൊരു അവതാരത്തിൽ വിരൂപയായ ത്രിവിക്രമയെ ഭഗവാൻ സുന്ദരിയാക്കുന്നതും ഇതൊക്കെ കർമ്മത്തിന്റെ നമുക്ക് പറയാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കഥ വന്നു. അപ്പം അവതാര പുരുഷന്മാർക്കും കർമ്മചക്രത്തിലൂടെ കടന്ന് പോവേണ്ടതുണ്ട്. അപ്പൊ നമുക്കുണ്ടോ അതിലൊരു എക്സ്ക്യൂസ്, ഒഴിവ്? അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങള്, ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്നെ ഉയർത്താനും മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താനാണ്. അതിൽ വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങളൊക്കെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. ഈ പേടി ദൈവത്തെയല്ല പേടിക്കേണ്ടത് കർമ്മത്തെയാണ്. ദൈവമല്ല ഉപദ്രവിക്കുന്നത്. ഞാൻ തോന്നിവാസം ചെയ്തിട്ട് ദൈവത്തോട് പറയാണ്, ദൈവമേ എനിക്ക് കുഴപ്പമുണ്ടാക്കരുതേ എന്ന്. ദൈവം മുഖത്തൊന്ന് തന്നിട്ട് പറയും, ഞാനാടാ നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നത്, നിന്റെ കയ്യിലിരിപ്പാണ് നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നത്. തോന്നിവാസം ചെയ്തിട്ട് ഇപ്പൊ കുട്ടി വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അമ്മയോട് പറയാ, അമ്മേ ഗുരുവായൂരപ്പന് നെയ്വിളക്ക് നേരുമെന്ന് ചോദിച്ചാൽ അതെന്തിനാണെന്ന്. കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാക്കാൻ. ഇനി കേരളത്തിന്റെ തലസ്ഥാനം എങ്ങനെ തൃശ്ശൂരാവുക? അമ്മ അത് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. പക്ഷെ പരീക്ഷാ പേപ്പറിൽ ഞാൻ അത് എഴുതി വെച്ചത് ഇനി ഗുരുവായൂരപ്പൻ മാത്രം വിചാരിച്ചാല് കേരളത്തിന്റെ തലസ്ഥാനം തൃശ്ശൂരാവുള്ളൂ. അതിന് ഗുരുവായൂരപ്പനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനാണ് ഒരു നെയ്വിളക്ക് കത്തിക്കുന്നത്. ഈ തരത്തിൽ തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നെയ്വിളക്ക് കത്തിച്ചാലും തുലാഭാരം തൂക്കിയിട്ടൊന്നും ഒരാൾ തുലാഭാരം തൂക്കാൻ വന്നു.
തുലാഭാരം തൂക്കാൻ വന്നത് എന്തോ രോഗത്തിന് വേണ്ടി ഇയാളുടെ അമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥിച്ചതാണ്. ആ തുലാഭാര തട്ടിലിരുത്തി. അന്ന് അകത്തല്ലേ ഇതൊക്കെ. ഈ മനുഷ്യൻ ആകെ പോയ ഒരു 40 കിലോ ഉണ്ടാവും. 40 കിലോ പഞ്ചസാര വെച്ചു. ഈ മനുഷ്യനാണെങ്കിലോ ബ്രഹ്മസത്യം എന്ന് പറഞ്ഞ പോലെ ഒരു അളക്കൂല്ല. നിർഗുണവും നിരാകാരം നിരഞ്ജനവും നിരവ്യോ ഒറ്റ ഇരിപ്പാണ് അവിടെ. അത്ഭുതമായി ഭാര്യ പറഞ്ഞൊരു 10 കിലോ കൂടി വെച്ചോളൂന്ന്. 50 എന്നിട്ടും ഇളക്കില്ല. പാലം കുരുങ്ങിയാലും കുലുക്കല്ലേ മനുഷ്യൻ. 60 70. അപ്പൊ ഈ ഭാര്യ പറയാ, ഗുരുവായൂരപ്പന്റെ ഒരു പരീക്ഷണം നോക്കണം എന്ന്. കാരണം ഇത്രയും വെയിറ്റ് ഇല്ലാത്തൊരു മനുഷ്യൻ പൊങ്ങണ്ടേ. പിന്നെയാ മനസ്സിലായത് ഇതിന്റെ ചങ്ങല ലോക്കായി കിടക്കുക മുകളിൽ എവിടെയോ. ആ ചങ്ങല അങ്ങോട്ട് ശരിയാക്കിയതും പിന്നെ ഈ മനുഷ്യൻ റോക്കറ്റ് പോകുന്ന പോലെ ഒരു പോക്കാണ്. കാരണം 70-75 കിലോ തൂക്കി വെച്ചിരിക്കുന്നു. ആകെ 40 കിലോ വേണ്ടു ഇയാൾക്ക് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് തന്നെ എവിടെയൊക്കെ എന്ത് കർമ്മം അനുഷ്ഠിച്ച് പ്രാർത്ഥന നടത്തിയത് കൊണ്ട് കാര്യമില്ല. വരാൻ ഉള്ളത് വഴി തങ്ങില്ല. അപ്പൊ വേണ്ടാത്തത് കഴിയുന്നതും ചെയ്യാതിരുന്നാൽ അത്രയും വേണ്ടാത്തത് ഇങ്ങോട്ട് പറയൂ വരില്ല. നിങ്ങളുണ്ടല്ലോ, അഴുകിയ ഭക്ഷണം കഴിച്ചിട്ട് വയറുവേദന വന്നിട്ട് നിങ്ങൾ ധന്വന്തരി മന്ത്രം ചൊല്ലിയോണ്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞു തരും എനിക്ക്. ഒരാൾ എന്തോ വേണ്ടാത്ത ഭക്ഷണം എടുത്ത് കഴിച്ചു, വയറുവേദന സഹിക്കാൻ വയ്യാതെ ഡോക്ടർ എടുത്തു പോയി. ഡോക്ടർ ചെന്ന് പറ്റി, ഞാൻ എന്തോ ഫ്രിഡ്ജിൽ ഭാര്യ വെച്ചെടുത്ത് കഴിച്ചു പോയി സാറിന്. ഉടനെ ഇദ്ദേഹം റെഫർ ചെയ്തു നേരെ ENT ഡോക്ടർ അടുത്തേക്ക്. പറഞ്ഞു, എനിക്ക് വയറിനാണ് സാർ പ്രശ്നം, എനിക്ക് കണ്ണിനും കാതിനല്ല. അല്ല, നിങ്ങൾക്ക് കണ്ണിനാണ് ചികിത്സ വേണ്ടത് ആദ്യം. കാരണം കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഈ പൊട്ട സാധനം എടുത്ത് കഴിക്കില്ലായിരുന്നു. വയറിനല്ല നിങ്ങൾക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവനവന്റെ കർമ്മങ്ങൾ ശരിയല്ലെങ്കിൽ കർമ്മഫലങ്ങളും പറയൂ. അപ്പൊ കർമ്മവും ശരിയാവണം, ധർമ്മവും ശരിയാവണം. എന്താണ്? 3 വാക്കുകളാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന വാക്കുകൾ: കർമ്മം, ധർമ്മം, ബ്രഹ്മം. ഇത് 3ഉം മനസ്സിലാക്കി ജീവിക്കണം. അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം. ഇതിനൊക്കെയാണ് 1 കാമായ, 2 സ്വജനായ, 3 അർത്ഥായ, 4 സമൂഹത്തിന് യശസ്സിന് വേണ്ടി, 5ാമത്തത് ധർമ്മ അനുഷ്ഠാനത്തിന്, ധർമ്മപ്രചരണത്തിന് വേണ്ടി. ഇപ്പൊ നമ്മൾ ഈ സപ്താഹങ്ങളൊക്കെ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സമൂഹത്തിൽ ധർമ്മ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ് സമൂഹത്തിലുള്ള ആക്രമണ ചിന്തകൾ കുറഞ്ഞ് നല്ലൊരു സമൂഹം വാർത്തെടുക്കുക. അല്ലേ? ഭാരതത്തിന്റെ ഒരു പ്രത്യേകത നോക്കൂ. നമുക്ക് കൊതി വരും. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഹിന്ദു സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഏത്? ഭാരതം. നിങ്ങൾ നോക്കൂ, ഈവൻ നിങ്ങൾ റഷ്യയിൽ പോയാലും ചൈനയിൽ പോയാലും ഒരു രാജ്യത്തിലും ഇത്ര ഒരു ഐക്യമുള്ളൊരു സംസ്കാരമുള്ളൊരു നാട് ലോകത്തിൽ ഇല്ല. കാശ്മീരികളുടെ ഭാഷയും വസ്ത്രം വ്യത്യാസമാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാഷയും എല്ലാം വ്യത്യാസമാണ്. പക്ഷെ ഹിന്ദു ഒരിക്കലും ഹിന്ദുവിന്റെ അമ്പലത്തിൽ ബോംബിട്ട ചരിത്രമില്ല. ഉണ്ടോ? ഹിന്ദു സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പൊ ഗുരുവായൂരിലാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീകോവിലിന്റെ അടുത്തേക്ക് അവിടെ പുറത്തുനിന്ന് തൊഴാനേ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾ വൃന്ദാവനത്തിൽ പോയ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് തൊഴാം. മമ്മിയൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിവക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് അഭിഷേകം ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അഭിഷേകമോ ഇനി കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാൻ എന്ത് വേണമെങ്കിലും സമ്മതിക്കുക അല്ലേ? അതുകൊണ്ട് നമുക്ക് ആചരണത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയിട്ടുണ്ടോ? ഇവിടെ അങ്ങനെ വേണമെന്നൊരു വാശി തോന്നിയിട്ടുണ്ടോ? ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ സംസ്കാരങ്ങളുണ്ട്. അപ്പൊ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഏകത്വബോധത്തിൽ ഒരു തരം ഐക്യമുള്ള സമൂഹമാണ് ഹിന്ദു സമൂഹം. ആർക്കും അവരുടെ ഇഷ്ടപ്രകാരം ആരാധിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും ഒക്കെ കൊടുത്ത ഒരു സംസ്കാരം. ഇങ്ങനെയൊരു സംസ്കാരം ലോകത്തിൽ എവിടെയുള്ളൂ? ഭാരതത്തിലേയുള്ളൂ. ഇത്തരം സപ്താഹങ്ങള്, അതുപോലുള്ള ആഘോഷങ്ങള്, ഇതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് കേവലം നമുക്ക് ഈ വെടിക്കെട്ടുകൾ മാത്രമാവരുത്. ഇങ്ങനെയുള്ള ധർമ്മ പ്രചരണങ്ങളും നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം കുട്ടികളിലേക്ക് എത്തിക്കാൻ എനിക്ക് നമ്മളൊക്കെ പറയാനുള്ളത്, ക്രമേണ നമ്മുടെ ഉത്സവങ്ങളിൽ
നാമജപത്തിന്റെ വലിയൊരു ആഘോഷവും കൂടി വരണം. ആ ന്യൂനത നമുക്ക് പരിഹരിച്ചെടുക്കണം. അതിനൊക്കെ എന്ത് സമ്പത്ത് ചെലവാകുമോ ആ സമ്പത്ത് എല്ലാവരും കൂടി ചേർന്ന് കണ്ടെത്തി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ടുഗദറായിട്ട് നിൽക്കട്ടെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കാമായ, സ്വജനായ, അർത്ഥായ, പിന്നെന്താ പറഞ്ഞത്? യശസ്സേ, അഞ്ചാമത്തത് എന്താ പറഞ്ഞത്? ധർമായ. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് ഒരു വ്യക്തി നന്നാവുന്നത്, കുടുംബം ഐക്യത്തിൽ നിൽക്കുന്നത്, ഒരു സമൂഹം ഐക്യത്തിൽ നിൽക്കുന്നത്, ഒരു രാജ്യം സുരക്ഷിതമായിരിക്കുന്നത്. സംസ്കാര സമ്പന്നമായ രാജ്യത്തിലെ ഈവൻ നമുക്ക് കച്ചവടം പോലും, കൃഷിയും കച്ചവടവും എല്ലാം നിലനിൽക്കുള്ളൂ. സംസ്കാര സമ്പന്നമായ രാജ്യത്തിലെ മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ പുരോഗതി ഉണ്ടാവും. സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടാവും? എന്നും കലാപങ്ങളും അക്രമങ്ങളും അല്ലേ? അപ്പൊ കലാപങ്ങൾ വരുന്നതിന് കാരണം മനുഷ്യ മനസ്സ് ശരിയല്ല എന്നർത്ഥം. അപ്പൊ ഈ ധർമ്മ സംസ്കാരം കൊണ്ട് അവരിൽ നല്ലൊരു സംസ്കാരമുണ്ടെങ്കിൽ അവിടെ കലാപം അല്ല ഉണ്ടാവുക, കലഹങ്ങളല്ല ഉണ്ടാവുക. അവിടെ മറിച്ച് എല്ലാവരുടെ ഉള്ളിലും കലകൾ ഉണ്ടാവും. കലാപത്തിന് പകരം മനസ്സിൽ കലകൾ നിറയുമ്പോൾ ആ കലകൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷവും ഉത്സവവും നൽകും. ഭാരതം കലാപത്തിന്റെ മണ്ണല്ല, കലഹത്തിന്റെ മണ്ണല്ല. ഭാരതം കലകളുടെ മണ്ണാണ്. അതാണ് നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം. ആണോ അല്ലയോ? ഇപ്രകാരമൊക്കെ നമുക്ക് നമ്മുടെ സംസ്കൃതിയെ ഉണർത്തണം. കൂടുതൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മഹാബലി പറഞ്ഞു, അത് എന്തങ്ങ് പറഞ്ഞാലും ഞാൻ കൊടുക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. എന്ത് കൊടുക്കും? ദാനം കൊടുക്കും. അയ്യോ മഹാബലി, ഇത് മുഴുവൻ കൊടുത്താൽ നിന്റെതെല്ലാം നഷ്ടപ്പെടും. അപ്പൊ മഹാബലി പറഞ്ഞു, എന്തെനിക്ക് നഷ്ടപ്പെട്ടാലും വാക്കു മാറ്റാൻ ഞാൻ തയ്യാറില്ല. മഹാബലി വളരെ സ്ട്രോങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കൽ. ചിലപ്പോൾ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ പറമ്പിന് വില പറഞ്ഞു, വേറൊരാൾ കുറച്ച് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ആളോട് എന്താ പറയാ? ഞാൻ നോക്കിയിട്ട് പറയാന്ന്. ഇവിടെ മഹാബലി ഉറപ്പിച്ചു, ഞാൻ തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അങ്ങനെ ഉറപ്പ് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശുക്രാചാര്യ ശപിച്ചു, ഇത്ര ധാർഷ്ട്യം പാടില്ല മഹാബലി, ഞാൻ പറഞ്ഞത് അനുസരിക്കണ്ടേ? മഹാബലി പറഞ്ഞു, അങ്ങ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞത് കൊടുത്തിരിക്കും. ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യ മഹാബലിയെ ശപിച്ചു എന്നാണ് കഥ. നിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നിനക്ക് നഷ്ടപ്പെടട്ടെ. മഹാബലി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് കൂളായിട്ട് എടുത്തിരുന്നത്. അത് കഴിഞ്ഞ് മഹാബലിയോട് വാമനമൂർത്തി, ആ മഹാബലി എനിക്ക് പോവാറായി, വേഗം വേഗം വേഗം, എവിടെ 3 അടി മണ്ണിന്റെ കാര്യം. അപ്പോഴേക്കും മഹാബലി ഭാര്യ വിളിച്ചു, വിന്ധ്യാവലി. അവര് വന്നു, കയ്യിൽ തീർത്ഥമൊക്കെ എടുത്ത് പൂവും വെള്ളവും ഒക്കെ മഹാബലി ഭാര്യയും കൂടി ചേർന്ന് വാമനമൂർത്തിയുടെ കയ്യിൽ കൊടുത്ത്. അന്നത്തെ കാലത്തൊക്കെ ഈ പൂവും വെള്ളവും അരിയൊക്കെ കൊടുത്താൽ ഒരു കരാറ് ഉറപ്പിക്കുന്ന പോലെയാണ്. പിന്നെയാണ് അത് വെറ്റിലയും അടക്കിയും ദക്ഷിണയ്ക്കായി മാറിയത്. അപ്പോ ഇങ്ങനെ കൊടുത്തതും പിന്നെ ഭഗവാൻ ആ ഒരു രൂപമൊക്കെ അങ്ങോട്ട് മാറ്റി വിശ്വരൂപത്തെ എടുത്തപ്പോഴല്ലേ മഹാബലിക്ക് മനസ്സിലായത് ഇത് ലേസർ അളക്കുന്ന സാധനമാണെന്നുള്ളത്. ഇപ്പൊ ലേസർ കൊണ്ട് അളക്കാൻ പറ്റും, ഡിം ഒരൊറ്റ പോകും ലേസർ എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ അളവൊക്കെ മാറി. ഒരടി കൊണ്ട് സർവ്വരാജ്യങ്ങളും, ഒരടി കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും ദിക്കുകളൊക്കെ തീർന്നു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല. അപ്പോഴേക്കും വരുണപാശം കൊണ്ട് ഭഗവാൻ കെട്ടിയിട്ടു. മഹാബലിയെ ഭഗവാൻ കെട്ടിയിടുന്ന കണ്ടപ്പോഴേക്കും അസുരന്മാർ ഓടി വന്നു. ഭഗവാൻ അവരൊക്കെ തടുത്തിട്ട് അരുത് 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 അരുത്, ഇപ്പൊ സമയം നമുക്ക് നല്ലതല്ല, എല്ലാവരും അവിടെ നിന്നോളൂ, ഒരു സ്കാരം വരുമ്പോ നോക്കാം. അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, വലിയ ന്യായമൊന്നും പറയണ്ട, എനിക്ക് 3ാമത്തെ അടി താന്ന്. അങ്ങനെ 3ാമത്തെ അടി എവിടെ വെക്കണം? മഹാബലി ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, 3ാമത്തെ അടി കുരു ശീർഷ്ണിമേ നിജം. ഒട്ടും മാനസികമായി തളരാതെ, പതറാതെ, അസ്വസ്ഥനാവാതെ ധീരനായി ഭഗവാന്റെ മുന്നിൽ പറയണം. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എല്ലാം പോയാൽ തന്നെ ആകെ നെഞ്ചരിച്ചിലും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവും.
ചിലർക്ക് അതോടുകൂടി തീർന്നു. മൂന്നാമത്തെ അടി വെക്കേണ്ടി വരില്ല, അവരെ അടിയിൽ മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ടാവും, അല്ലേ? താങ്ങാനുള്ളൊരു കഴിവുണ്ടാവില്ല. ഇവിടെ മഹാബലിക്ക് എല്ലാം നഷ്ടം പറ്റിയിട്ടും മാനസികമായി തളർന്നില്ല. അതുകൊണ്ടല്ലേ ധൈര്യത്തോടു കൂടി പറഞ്ഞത്, മൂന്നാമത്തടി എൻ്റെ തലയിൽ വെച്ചോളൂ. ഇതാണ് നമ്മളെ കേരളത്തിലെ അപകടത്തിലാക്കിയത്. ഇനിയാണ് നമ്മൾ ആകെ അബദ്ധം പറയാൻ തുടങ്ങുന്നത്. മൂന്നാമത്തടി തൻ്റെ തലയിൽ കാല് വെച്ചെടുത്തോളൂ പറഞ്ഞപ്പോൾ ഭഗവാൻ മൂന്നാമത്തടി തലയിൽ കാല് വെച്ചു. പിന്നെ എന്താ ഉണ്ടായത്? ഇതാണ് ഇനി വൃത്തിയാക്കി മനസ്സിലാക്കേണ്ടത്. 22ാമത്തെ എടുക്കുക. അതാണ് ഇതിന്റെ ആധികാരികത. ഇത് നിങ്ങളുടെ തലയിൽ നിങ്ങൾ കുറിച്ച് വെക്കണം. ഞാൻ പറയുന്നതൊന്നും ബ്ലൈൻഡിൽ എടുക്കണ്ട. ഭാഗവതം എന്താണോ പറയുന്നത് അതിനെ പ്രചരിപ്പിക്കണം നമ്മൾ. 22ാം അധ്യായത്തില് 24 തുടങ്ങിയുള്ള ചെറിയ ശ്ലോകങ്ങൾ ചിലത് അവിടെ ഭഗവാൻ വേദവ്യാസ മഹർഷി എഴുതി വെച്ചിരിക്കുന്ന നോക്കുക. ഭഗവാൻ ഈ മഹാബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറയണം. ബ്രഹ്മൻ 24ാം ശ്ലോകം, ബ്രഹ്മൻ യം അനുഗൃഹാമി. ഞാൻ ബ്രഹ്മാവൊപ്പം വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചെയ്യുന്നത് ഭഗവാനെ എന്ന്. അപ്പൊ പറയണം, ബ്രഹ്മാവേ, ഞാൻ ഈ മഹാബലിയെ അനുഗൃഹാമി. അതിന്റെ അർത്ഥം എന്താണ്? ശപിക്കുന്നു, ദ്രോഹിക്കുന്നു, ചവിട്ടിത്താഴ്ത്തുന്നു എന്നാണോ? ഞാൻ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കില്ല. 28ാം ശ്ലോകത്തില് എന്തുകൊണ്ടാണ് ഈ മഹാബലി അനുഗ്രഹീതരാവാൻ കാരണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രേറ്റ്നെസ് ഇൻ മഹാബലി? ഭഗവാൻ എന്താണ് മഹാബലിയിൽ കണ്ട മഹത്വം പറയാണ്. ഏഷ ദാനവ ദൈത്യാനാം അഗ്രണി. ഈ മഹാബലി ദാനവ ദൈത്യന്മാരിൽ, അസുര വർഗത്തിൽ വെച്ച് അഗ്രഗണ്യനാണ്. അഗ്രഗണ്യൻ എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതനാണ്. ഭഗവാൻ അത്ര ഉയർത്തിയിട്ടാ കാണുന്നത്. എന്നിട്ട് പറയുന്നു അജയ്ഷൽ. അജയ്ഷ എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നാണ്. അജയാം മായാം, എന്റെ ജയിക്കാൻ പറ്റാത്ത മായ എന്ന് വെച്ചാൽ എന്റെ ഒരു ചതിയെ ഞാൻ പറ്റിച്ചു. ഇവനെ ചെറിയ രൂപത്തിൽ വന്ന് വലിയ രൂപത്തിൽ ഞാൻ ഇവന്റെ സമ്പത്തെല്ലാം അപഹരിച്ചിട്ട് ഇവൻ മാനസികമായി അല്പം പോലും തളർന്നു. നോക്കൂ നിങ്ങൾ, സീതന്നഭിനമുഹ്യതി എന്നാണ്. ഇവൻ ഒരിക്കലും മാനസികമായി തളർന്നില്ല എന്നാണ്. അപ്പൊ ഒരു പഠിക്കേണ്ടത് എന്താ? ഈ മഹാബലി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ മനസ്സാണെന്ന് മറന്നു പോകരുത്. ലോകം തോൽപ്പിച്ചാലും മാനസികമായി തോറ്റുപോകരുത്. ലോകം കൈവിട്ടാലും മനസ്സിനെ കൈവിടരുത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ മനസ്സാണെന്ന് പഠിപ്പിക്കുന്ന കഥയാണ് മഹാബലി ചരിതം. മഹാബലി ഒരിക്കലും മാനസികമായി തളർന്നില്ല. പക്ഷെ മാനസികമായി തളരാതിരിക്കണമെങ്കിൽ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം മനസ്സിപ്പോൾ നിൽക്കുന്നത്, നമ്മൾ പലരും കരുതിയിരിക്കുന്നത് ഈ മനസ്സെന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമാണെന്നാണ്. സ്വതന്ത്രമല്ലത്. ഈ മനസ്സിപ്പോൾ നിൽക്കുന്നത് സമ്പത്തിലും ബന്ധങ്ങളിലും നമ്മുടെ ശരീരത്തിലൊക്കെയാണ്. ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ മനസ്സ് ഡിം. സമ്പത്ത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആത്മഹത്യ പോലും ചെയ്യും മനുഷ്യൻ. കാരണം മനസ്സിപ്പോൾ നിൽക്കുന്നത് ഇതിലൊക്കെയാണ്. ഇങ്ങനെയുള്ള ഭൗതികമായ ആദിഭൗതിക, ആദിദൈവിക, ആധ്യാത്മികമായ സമ്പത്തുകളിൽ നിന്ന്, അതായത് ശരീരവും ഭൗതിക സ്വത്തുക്കളിലും ബന്ധങ്ങളിൽ നിൽക്കുന്ന മനസ്സിനെ അനുഷ്ഠാനത്തിലേക്ക് ഉറപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് തന്നെ നഷ്ടം വന്നാലും അനുഷ്ഠാനം ഉള്ള ആ ഒരു സംസ്കാരമുള്ള ആളുടെ മനസ്സൊരിക്കലും തളരുകയില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ഒറ്റ ലൈനുള്ള ഉത്തരവുള്ളൂ: അനുഷ്ഠാനമില്ലാത്ത ജീവിതം. അനുഷ്ഠാനമില്ലാത്ത ജീവിതം ദുർബല മനസ്സിന്റെ ജീവിതമാണ്. അനുഷ്ഠാനമില്ലേ ദുർബല മനസ്സാണ്. ദുർബല മനസ്സാണോ ദുരന്തങ്ങളിൽ തകരണം. അതുകൊണ്ട് കോർത്തു വെക്കേണ്ടത് എവിടെയാണ്? ഒരു കൃത്യമായ അനുഷ്ഠാനം. ഭാഗവതത്തില് ഈ മഹാബലിക്ക് വല്ല അനുഷ്ഠാനം ഉണ്ടോ എന്നാണെങ്കിൽ വ്യാസഭഗവാൻ പറയുന്നു, ഈ മഹാബലിക്ക് ഒരു അനുഷ്ഠാനം ഉണ്ട് എന്നാണ്. 12 പേർക്ക് ഭാഗവതം അറിയാമെന്നാണ്. ദ്വാദശേതേ വിജാനീമോ ധർമ്മം ഭാഗവതം പട. ഇത് വരുന്നത്
6-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 21-ാമത് ശ്ലോകത്തിലാണ്. അവിടെ 21, 22 ശ്ലോകത്തിൽ പറയും, ദ്വാദശേതേ വിജാനീമോ ധർമ്മം ഭാഗവതം ബടാ ശുദ്ധം ദുർബോധം യജ്ഞാത്വാ അമൃതമശ്രുതേ. ആരൊക്കെയാണ് അറിയുന്നവര്? സ്വയംഭൂ നാരദ ശംഭു കുമാര കപിലോ മനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വയ്യാസകി വയം ഏതേ ദ്വാദശം. ഇപ്രകാരം 12 പേർക്ക് ഭാഗവതം അറിയാം. ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്നവരാണ് അവര്. ഇപ്പൊ മഹാബലി വെറുതെ അങ്ങോട്ട് തളരാതിരുന്നതല്ല, ഒരു കൃത്യമായ അനുഷ്ഠാനം ഉണ്ടായിരുന്നു. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുകയാണ്. ഭഗവാൻ ബ്രാഹ്മണരിൽ വെച്ച് സർവശ്രേഷ്ഠ ബ്രാഹ്മണനായി കണ്ടത്, ഭഗവാൻ പറയുന്നു, ബ്രാഹ്മണരിൽ ഏറ്റവും സർവശ്രേഷ്ഠ ബ്രാഹ്മണൻ ആരാണ്? അതായത് ബ്രാഹ്മണ സംസ്കാരമുള്ള ഒരാളെ ഭഗവാൻ പറയുന്നത് ആരായിട്ടാണെന്നറിയോ? ഭാഗവതം 11-ാം സ്കന്ധം 16-ാമത് അധ്യായം 35-ാം ശ്ലോകമാണ് തോന്നുന്നു. 16-ാം അധ്യായത്തിൽ 35-ാം ശ്ലോകം കറക്റ്റാണ്. 16-ൽ 35. അവിടെ ബ്രഹ്മണ്യാനാം ബലിരഹം എന്നൊരു വാക്കുണ്ട്. ബ്രഹ്മണ്യാനാം, അതായത് ബ്രാഹ്മണരിൽ, ബ്രഹ്മത്വം ഉള്ളവരിൽ, ബ്രഹ്മണ്യാനാം ബലി അഹം, ഞാൻ മഹാബലിയാവുന്നതാണ്. അസുരനായി ജനിച്ച മഹാബലിയെ ഭഗവാൻ ഉദ്ധവരോട് പറയാണ്, ഞാൻ കാണുന്നത് ആരായിട്ടാണ്? ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. അപ്പൊ ജന്മം കൊണ്ടല്ലല്ലോ മഹാബലി ബ്രാഹ്മണനായത്, ആ മഹാബലിയുടെ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ടാണ്. മനസ്സിലാവുണ്ടല്ലോ? തളരുന്ന മനസ്സുകളെ അല്ല ഭഗവാൻ ആദരിക്കുന്നത്. ആരെയാണ് തളരാത്ത? വീണ്ടും നമുക്ക് 8-ാം സ്കന്ധത്തിൽ 22-ാം അധ്യായത്തില് 33-ാം ശ്ലോകത്തിലേക്ക് പോവാം. ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ സുതലം സ്വർഗ്ഗവിപ്രാപ്ത്യം ജ്ഞാതിവിപരിവാരിത. ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത് ഇന്ദ്രസേന മഹാരാജാണ്. ഭഗവാൻ ചവിട്ടിത്താഴ്ത്തുന്ന ആളെ അങ്ങനെ വിളിക്കുവോ? അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിനെ വിളിക്കുന്നത്. ഇന്ദ്രസേന മഹാരാജ. കണ്ടു നിങ്ങൾ ശ്ലോകം? കണ്ടു നിങ്ങൾ? 8-ാം സ്കന്ധം 22-ാം അധ്യായം 33-ാം ശ്ലോകമാണ്. ഇന്ദ്രസേന മഹാരാജ യാഹിബോ ഭദ്രമസ്തുതേ, അങ്ങക്കെല്ലാ ഭദ്രവും ഞാൻ അനുഗ്രഹിക്കുന്നു. ഇത് അനുഗ്രഹമാണോ ശാപമാണോ? പറയൂ. അനുഗ്രഹമാണ്. എന്നിട്ട് പറയണത് സുതലം സ്വർഗ്ഗവിപ്രാപ്ത്യം. ഈ വാക്ക് നമ്മൾ പ്രചരിപ്പിക്കണം. വെറും സുതലല്ല, സ്വർഗ്ഗവിപ്രാപ്ത്യം സുതലം. എടുത്തു പറയണത് സ്വർഗ്ഗവി എന്നാൽ സ്വർഗത്തേക്കാൾ ഉന്നതമായ, സ്വർഗത്തേക്കാൾ സർവശ്രേഷ്ഠമായ, സ്വർഗത്തേക്കാൾ ഉപരിയായ സുതലം അങ്ങക്ക് ഞാൻ ജ്ഞാതിവി പരിവാരിത, ബന്ധുക്കളോടുകൂടി പോയാൽ. ഈ ഒരു വാക്കാണ് സത്യത്തിൽ മഹാബലിയെ ചവിട്ടിക്കൂട്ടി പാതാളത്തിൽ എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്റെയും നിങ്ങളുടെ ജോലിയാണ്, ഇനി ആരും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ നമ്മള് പറയൂ അനുവദിക്കരുത്. ഉറപ്പല്ലേ? ആണോ? കേട്ടിട്ട് മിണ്ടാതിരിക്കുവോ? എല്ലാവരും അതിനെ, അതുകൊണ്ട് ആ ശ്ലോകം നിങ്ങളുടെ തലയിൽ ഞാൻ ഉറപ്പിച്ചു തരുന്നത്, ഇന്ദ്രസേന മഹാരാജ യാഹിബോ ബദ്ധമസ്തുതേ സുതലം സ്വർഗ്ഗവിപ്രാപ്ത്യം ജ്ഞാതിവി പരിവാരിത എന്ന ശ്ലോകം മാത്രം നോക്കിയാൽ മതി. ഭഗവാൻ പാവം ഒരിക്കലും മഹാബലിയെ താഴ്ത്തുകയല്ല ചെയ്തത്, വാനോളം ഉയർത്തി അനുഗ്രഹിച്ച് അത്ര ഒരു ധന്യതയാർന്ന ഒരു കഥയാണ് മഹാബലി ചരിതം. അപ്പൊ എന്താ ഈ കഥയിൽ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, 2 അടി ഭഗവാൻ അളന്നു, 3-ാമത്തെ അടി ഭഗവാൻ അദ്ദേഹത്തിനെ ഉയർത്തി എന്നാണ്. ഈ 2 അടി എന്നത് കാലത്തിന്റെ 2 അടിയാണ്. എപ്പോഴും ഓർക്കണം, കാലം നമുക്ക് 2 അടി എപ്പോഴും അളന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടാവില്ല എന്നെപ്പോഴും ഓർത്തോണം. ആരോഗ്യവും ഉണ്ടാവില്ല, സമ്പത്തും ഉണ്ടാവില്ല. ഓർത്തോളൂ.
അത് ബന്ധുസമ്പത്തായാലും ശരി, ധനസമ്പത്തായാലും ശരി, ഇതൊന്നും എന്നും കൂടെ ഉണ്ടാവില്ല. കാലം അളന്നെടുത്ത് മാറ്റും. ഒരു സമ്പത്ത് കൈവിട്ടു പോരുത്. ഈ മനസ്സിന്റെ അനുഷ്ഠാന സമ്പത്ത് ഇതുണ്ടോ, ഭഗവാൻ കൈപിടിച്ച് സുതലത്തിലേക്ക്, അതായത് സമചിത്തതയിലേക്ക്, സമൃദ്ധിയിലേക്ക് ഉയർത്തുന്ന കഥയാണ് മഹാബലി ചരിതത്തിന്റെ കഥ. ഇത് കേവലം മഹാബലിയുടെ കഥയല്ല, നമ്മുടെയും കൂടെ കഥയാണ്. കാരണം നമ്മളും കാലമാകുന്ന വാമനന്റെ അളവിൽപ്പെട്ടവരാണ്. കാലം അളന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ബോധം ഒരിക്കലും മറക്കരുത്. ഞാനും നിങ്ങളും അളവിൽപ്പെട്ടവരാണ്, അളന്ന് പോകേണ്ടവരാണ്. പക്ഷെ ഒരിക്കലും ആ അളവിൽ തളരാൻ മനസ്സിനെ അനുവദിക്കരുത്. ക്ലിയർ ആണോ കഥ?